നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നെയ്യാറ്റിൻകര ഗോപന്റേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ കാത്ത് പോലീസ്. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. നാളെ വിപുലമായ സമാധി ചടങ്ങുകൾ നടത്താൻ ഹിന്ദു സംഘടനകൾ. പുതുചരിത്രം രചിച്ച് ISRO. സ്പേഡെക്സ് ദൌത്യം വിജയകരം. നേട്ടം കൈവരിച്ച 4ാമത്തെ രാജ്യം. ശാസ്ത്രലോകത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. സെയ്ഫ് അലി ഖാനെ കുത്തിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വീട്ടുജോലിക്കാരുമായി ബന്ധമുണ്ടെന്ന സംശയം. താരത്തിന്റെ നട്ടലിനേറ്റ പരിക്ക് ഗുരുതരം. തൽക്കാലം അപകടമില്ലെന്ന് ഡോക്ടർമാർ. വെടിനിർത്തലിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുന്നു. ഹമാസ് ചില കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറിയെന്ന് നെതന്യാഹു. കരാറിന് അംഗീകാരം നൽകാൻ ക്യാബിനറ്റ് ചേരില്ല. ഒരു വ്യവസ്ഥയും ലംഘിച്ചിട്ടില്ലെന്ന് ഹമാസ്. മുഖ്യമന്ത്രിയെ പാടി പുകഴ്ത്തി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജീവനക്കാർ. സന്തോഷത്തോടെ കേട്ടിരുന്ന മുഖ്യൻ. വരികൾ എഴുതിയ ജീവനക്കാരന്റേത് സ്പെഷ്യൽ നിയമനം. മുല്ലപ്പെരിയാറിൽ കേരളത്തിന് ആശ്വാസം. അണക്കെട്ടിന്റെ സുരക്ഷ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി. സുരക്ഷയ്ക്ക് പുതിയ മേൽനോട്ട സമിതി. ഗോപൻസ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരത്തോടെ വലിയൊരു വിവാദമാണ് തൽക്കാലത്തേക്കെങ്കിലും കെട്ടടങ്ങുന്നത്. അസ്വാഭാവികമായി ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്ന വിലയിരുത്തലാണ് പരിശോധനകളുടെ തുടക്കത്തിലുള്ളത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും മറ്റ് ഗുരുതര കണ്ടെത്തലുകൾ ഇല്ല. വിവാദ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണ്ടി വന്നു. കല്ലറ തുറക്കരുത് എന്നാവശ്യപ്പെട്ടാണ് ഗോപൻസ്വാമിയുടെ കുടുംബം ഹൈക്കോടതി മുന്നിലെത്തിയത്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കല്ലറ തുറക്കാതെ തരമില്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നീങ്ങി. രാവിലെ 10:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2:15 മൃതദേഹം പുറത്തിറക്കിയത്. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ചടങ്ങാണ്. ആചാരപ്രകാരം ഒരു സാധുവിന് കിട്ടിയ അവഹേളന ഈ ജനസമൂഹം ഒന്നിച്ച് ഏറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്തത്. ഗോപൻസ്വാമിയുടെ മകൻ സനന്ദൻ മോർച്ചറിയിലെത്തിയിരുന്നു. 3 തരത്തിലുള്ള പരിശോധനകളാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി നടന്നത്. മർദ്ദനമോ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായ ക്ഷതമോ മരണകാരണമായോ എന്നതായിരുന്നു പരിശോധനയിൽ ഒന്ന്. എക്സ്റേ, റേഡിയോളജി പരിശോധനകൾ ഇതിനായി നടത്തി. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനയാണ് മറ്റൊന്ന്. ഇതിനായി സാമ്പിൾ ശേഖരിച്ചു. വിഷം ഉള്ളിൽ ചെന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയും. പരിശോധനാ ഫലം വരുന്നതിന് ഒരാഴ്ച സമയമെടുത്തേക്കും. ഇതിനുശേഷം മാത്രമേ മരണം സ്വാഭാവികമാണോ എന്നതിൽ അന്തിമ നിഗമനത്തിലെത്താൻ കഴിയൂ. വിവിധ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചിരുന്ന ഗോപൻസ്വാമിയുടേത് സ്വാഭാവിക മരണമാണോ എന്നതും പരിശോധിച്ചു. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടെത്താത്തതോടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുനൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ഗോപൻസ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ജില്ലാ ഭരണകൂടം നടപടികൾ വേഗത്തിലാക്കിയിരുന്നു. ഇന്നലെ രാത്രി തന്നെ സമാധി സ്ഥലം പൊളിച്ചേക്കുമെന്ന് അഭ്യൂഹം പരന്നു. പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ ഇടയില്ലെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ പുലർച്ചെ ആരംഭിച്ചാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് ഒടുവിൽ ജില്ലാ ഭരണകൂടം എത്തി. ആറാലും മുടന്ന കൊച്ചു ഗ്രാമം ഇന്ന് ഉറക്കമുണർന്നത് പോലീസിന്റെ കേസ് ഡയറിയിൽ ചരിത്രമായി മാറുന്ന ഒരു ദിനത്തിലേക്കാണ്. മുൻ നിശ്ചയിച്ച പ്രകാരം പുലർച്ചെ 5 മണിയോടെ നെയ്യാറ്റിൻകരയിലെ കൈലാസനാഥ ക്ഷേത്ര പരിസരവും ഗോപൻസ്വാമിയുടെ വീടും സമാധി സ്ഥലവും പോലീസിന്റെ നിയന്ത്രണത്തിലായി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ സബ് കളക്ടർ OV ആൽഫ്രഡ് സ്ഥലത്ത്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം. പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള സംഘവും. 7:15 കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മുകൾ ഭാഗത്തെ കരിങ്കൽ സ്ലാബ് ഇളക്കിയതോടെ മൃതദേഹം അകത്തുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. തുടർന്ന് 2 വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബുകൾ കൂടി നീക്കി. ഭസ്മവും കർപ്പൂരവും ഉൾപ്പെടെയുള്ള പൂജാവസ്തുക്കൾ കൊണ്ട് നെഞ്ചുവരെയുള്ള ഭാഗം മൂടിയ നിലയിലായിരുന്നു മൃതദേഹം.
കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴിയിൽ പരാമർശിച്ചിരുന്നത് പോലെ കിഴക്ക് ദിശയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമി. തുണികൊണ്ട് പൊതിഞ്ഞ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് വിധേയമാക്കി. പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഫോറൻസിക് സംഘവും അന്വേഷണ ഉദ്യോഗസ്ഥരും പുറത്തേക്ക്. 9:45 വിശദമായ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്ന് സബ് കളക്ടർ പോലീസ് അറിയിക്കുന്നതായിരിക്കും. അതിന്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു പ്രോസസ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു മൃതദേഹം? ഇല്ലല്ല, അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് വഴി അറിയിക്കും. വീട്ടുകാരുടെ കൂടി സഹകരണത്തോടെയായിരുന്നു സ്ലാബ് പൊളിക്കൽ നടപടി? വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടുകൊടുക്കുന്നുള്ള എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയും 2 പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ ആയിരുന്നു? നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം നിയമപരമായിട്ടായിരുന്നു. പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത്. മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാഥമികമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അല്ലേ നിഗമനം? അത് പോലീസ് അറിയിക്കും. അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. കുടുംബത്തിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ സംഘടനകൾ പോലീസിന്റെ തുടർ നീക്കങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഗോപൻ സ്വാമിയുടെ ഭാര്യയെയും മക്കളെയും വീടിനുള്ളിൽ പോലീസ് വലയത്തിലാക്കിയതിനു ശേഷമായിരുന്നു സമാധി പൊളിക്കൽ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി ചടങ്ങുകൾ വിപുലമായി ആചരിക്കാനാണ് ഹിന്ദു സംഘടനകളുടെ തീരുമാനം. സമാധി ചടങ്ങുകൾക്ക് വിവിധ മഠാധിപരെ ഉൾപ്പെടെ എത്തിക്കാനാണ് ശ്രമം. ആറാലമൂടിലെ കൈലാസനാഥ ക്ഷേത്രത്തിലും സമീപത്തും കനത്ത പോലീസ് കാവൽ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ഭൗതികദേഹം നാളെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഏറ്റുവാങ്ങും. 100 കണക്കിന് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാമജപയാത്രയായി സമാധി സ്ഥലത്തേക്ക് എത്തിക്കാനാണ് തീരുമാനം. സമാധി ചടങ്ങുകൾക്ക് മതമേലധ്യക്ഷന്മാരെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാൻ ശ്രമം തുടരുകയാണ്. സമാധിയിരുന്ന തന്റെ പിതാവിനെ പുറത്തെടുത്ത് വികൃതമാക്കിയെന്ന ആരോപണവുമായി ഗോപൻ സ്വാമിയുടെ മകനും രംഗത്തെത്തി. ധ്യാനത്തിലിരുന്ന് സമാധിയായതാണ്. ആ സമാധിയെ ഇപ്പോ ഒരു എന്താ പറയുക, ഒരു വികൃത രൂപത്തിലാക്കിയെടുത്ത് അതിലെ മക്കളെന്നുള്ള എനിക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരെ മേലെ സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിന്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയില്ലെന്ന സൂചന വന്നതോടെ പോലീസിനും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ. ആരെയും അറിയിക്കാതെ കുടുംബാംഗങ്ങളുടെ മാത്രം സാന്നിധ്യത്തിൽ നടന്ന സമാധി വീണ്ടും നടത്തുമ്പോൾ അത് മഹാസമാധിയാക്കി മാറ്റാനുള്ള തീരുമാനം ഇതിന്റെ ഭാഗമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ബഹിരാകാശ ഡോക്കിംഗിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. 2 ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുന്ന സ്പേഡെക്സ് ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചെന്ന് ISRO അറിയിച്ചു. സ്വന്തം ബഹിരാകാശ നിലയമെന്ന ഇന്ത്യൻ സ്വപ്നത്തിലേക്കുള്ള സുപ്രധാന ചുവടാണ് ഈ അഭിമാന നേട്ടം. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഒടുവിൽ കാത്തിരിപ്പിന് വിരാമം. അതിസങ്കീർണമായ സ്പേസ് ഡോക്കിംഗ് എക്സർസൈസ് ദൗത്യത്തിൽ ഇന്ത്യ പുതുചരിത്രം രചിച്ചു. ഇന്ന് പുലർച്ചെയാണ് ബഹിരാകാശത്ത് 2 ചെറു ഉപഗ്രഹങ്ങളെ സംയോജിപ്പിക്കുന്ന ഡോക്കിംഗ് ISRO യാഥാർത്ഥ്യമാക്കിയത്. SDX-1 എന്ന ചേസർ ഉപഗ്രഹത്തെ ടാർഗറ്റായ SDX-2-നടുത്തെത്തിച്ചതോടെ രണ്ടും ചേർന്ന ഒറ്റ ഉപഗ്രഹമായി. ഡിസംബർ 30 നടന്ന വിക്ഷേപണത്തിന് ശേഷം 4ാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാനായത്. 220 കിലോഗ്രാം ഭാരമുള്ള 2 ചെറു ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഘട്ടം ഘട്ടമായി അടുത്തെത്തിച്ചാണ് കൂട്ടിച്ചേർത്തത്. ഒന്നായി പ്രവർത്തിക്കുന്ന ഉപഗ്രഹത്തിൽ പവർ ട്രാൻസ്ഫർ പരിശോധനകൾ അടക്കം നടത്തും. പിന്നീട് ഉപഗ്രഹങ്ങൾ വേർപെടുത്തും. 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി 2 വർഷക്കാലം ബഹിരാകാശത്ത് പ്രവർത്തിക്കും. രാജ്യത്തിന് സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ എന്ന സ്വപ്നത്തിനും ചന്ദ്രയാനിൻ്റെ 4ാം ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാനിനും സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ
ഈ വിജയത്തിൽ ISROയ്ക്കും ഒപ്പം രാജ്യത്തിനും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. മുംബൈയിലെ വീട്ടിൽ വെച്ചാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫിനെ ന്യൂറോ സർജറിക്ക് വിധേയനാക്കി. സെയ്ഫിനെ കുത്തിയ പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുംബൈ ബാന്ദ്രയിലെ സദ്ഗുരു ശരൺ അപ്പാർട്ട്മെന്റിൽ 12ാം നിലയിലെ വസതിയിൽ പുലർച്ചെ 2:30യോടെയാണ് സംഭവം. മക്കളുടെ മുറിക്ക് സമീപം വലിയ ശബ്ദം കേട്ടാണ് സെയ്ഫ് അലി ഖാൻ പുറത്തിറങ്ങിയത്. അപ്പോഴാണ് കത്തിയുമായി നിൽക്കുന്ന അജ്ഞാതനെ കണ്ടത്. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റവും പിടിവലിയുമായി. ഇതിനിടെയാണ് അജ്ഞാതൻ കത്തികൊണ്ട് സെയ്ഫ് അലി ഖാനെ കുത്തിയത്. ശരീരത്തിൽ 6 കുത്തേറ്റു. നട്ടെല്ലിന് സമീപവും കഴുത്തിലും ആഴത്തിലാണ് മുറിവ്. പ്രതിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരുന്നെങ്കിലും അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച സെയ്ഫ് അലി ഖാന് ന്യൂറോ സർജറിയും പ്ലാസ്റ്റിക് സർജറിയും നടത്തി. സംഭവം നടക്കുമ്പോൾ ഭാര്യ കരീന കപൂറും 2 കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് സെയ്ഫിന് കുത്തേറ്റതെന്ന് കരീന പറയുന്നു. ആരാധകർ ശാന്തരായിരിക്കണമെന്നും അഭ്യൂഹങ്ങൾ പരത്തരുതെന്നുമാണ് കരീനയുടെ അഭ്യർത്ഥന. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള അപ്പാർട്ട്മെന്റിൽ പ്രതി എങ്ങനെ കടന്നു എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. പ്രതിയെ അപ്പാർട്ട്മെന്റിനുള്ളിൽ കടക്കാൻ ആരോ സഹായിച്ചെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജീവനക്കാരിയുടെ സഹായത്തോടെയാണ് ഇയാൾ അകത്ത് കടന്നതെന്ന് സംശയിക്കുന്നു. ജീവനക്കാരിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. മുംബൈ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 7 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. അപ്പാർട്ട്മെന്റിന് സമീപത്തെ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 മുംബൈ. ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുന്നു എന്ന സൂചന. ചില വ്യവസ്ഥകൾ പാലിക്കാൻ ഹമാസ് തയ്യാറായില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. കരാറിന് അംഗീകാരം നൽകാൻ ക്യാബിനറ്റ് യോഗം ചേരില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചു. എന്നാൽ നെതന്യാഹുവിന്റെ ആരോപണം തള്ളി ഹമാസ് രംഗത്ത് വന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്മാറ്റം. 15 മാസം നീണ്ടുനിന്ന യുദ്ധം അവസാനിക്കുന്നെന്ന ആശ്വാസത്തിലായിരുന്നു ലോകം. അതിനിടെയാണ് ഹമാസിനെ കുറ്റപ്പെടുത്തി കരാർ ഉടനെ അംഗീകരിക്കില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ഹമാസ് ധാരണകളിൽ നിന്ന് പിന്നോട്ടു പോവുകയും അവസാന നിമിഷം പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കരാറിലെ എല്ലാ കാര്യങ്ങളും ഹമാസ് അംഗീകരിച്ചതായി മധ്യസ്ഥർ ഇസ്രായേലിനെ അറിയിക്കുന്നതുവരെ മന്ത്രിസഭ ചേരില്ലെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. എന്നാൽ ഹമാസ് ഏതു വ്യവസ്ഥയാണ് പാലിക്കാത്തതെന്ന് വ്യക്തമല്ല. അതേസമയം തങ്ങൾ പിന്നോട്ടു പോയെന്ന നെതന്യാഹുവിന്റെ ആരോപണം തള്ളി ഹമാസ് രംഗത്തെത്തി. മധ്യസ്ഥർ ഇന്നലെ പ്രഖ്യാപിച്ച കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഹമാസ് വിശദീകരിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 33 ബന്ദികളെ 6 ആഴ്ച കൊണ്ട് ഹമാസ് ഇസ്രായേലിന് കൈമാറും. ഇതിനു പകരമായി ഇസ്രായേലിന്റെ തടവറയിലുള്ള 2000-ഓളം പലസ്തീൻകാരെ മോചിപ്പിക്കും തുടങ്ങിയ ധാരണകളായിരുന്നു വെടിനിർത്തൽ കരാറിലുണ്ടായിരുന്നത്. സമാധാന ശ്രമങ്ങൾക്ക് മാത്രമല്ല, അധികാരം ഒഴിയും മുമ്പ് ഗാസ യുദ്ധം അവസാനിപ്പിച്ചെന്ന ഖ്യാതി പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമേറ്റ തിരിച്ചടിയാണ് നെതന്യാഹുവിന്റെ നിലപാട് മാറ്റം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു. കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സൺ അറിയിച്ചു. പ്രൊജക്ടുകൾ പൂർത്തിയാക്കിയെന്നാണ് ഹിൻഡൻബർഗിന്റെ വിശദീകരണം. 2017 ഹിൻഡൻബർഗ് പ്രവർത്തനം ആരംഭിച്ചത്. വളരെ ശ്രദ്ധേയമായ നിരവധി റിപ്പോർട്ടുകൾ ഹിൻഡൻബർഗ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദാനി കമ്പനികൾക്കെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് അടുത്തിടെ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഓഹരിയുമായി ബന്ധപ്പെട്ട് അദാനി എന്റർപ്രൈസസിന്റെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടത്. അടുത്തിടെയും ഒരു അമേരിക്കൻ കമ്പനിയുടെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഇടവേള. ആറാലുംമൂട് വാർത്തകൾ തുടരുന്നു. പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിൽ ദുരൂഹതയാരോപിച്ച് പ്രതിപക്ഷം. ബ്രൂവറി പ്ലാന്റ് ആരംഭിക്കാൻ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് സർക്കാർ പ്രാരംഭാനുമതി നൽകിയത്. ടെൻഡർ ഇല്ലാതെ എങ്ങനെയാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയതെന്നായിരുന്നു MP രാജേഷിന്റെ പ്രതികരണം. കഞ്ചിക്കോട് എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മോൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി, വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിന് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അനുമതി നൽകിയുള്ള മന്ത്രിസഭാ തീരുമാനം ദുരൂഹമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാജ്യത്തെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഒയാസിസിന് ബ്രൂവറി അടക്കം അനുവദിക്കാനുള്ള തീരുമാനം എന്തടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കണം.
26 വർഷമായി സംസ്ഥാനത്ത് മദ്യനിർമ്മാണശാലകൾ അനുവദിക്കുന്നില്ല. ആരെങ്കിലും അപേക്ഷിച്ചാൽ മദ്യനിർമ്മാണശാലകൾ അനുവദിക്കേണ്ടതില്ലെന്നും 1999 നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നിരസിക്കുകയായിരുന്നു പതിവ്. ജലദൗർലഭ്യം രൂക്ഷമായ പാലക്കാടിനെ ഈ യൂണിറ്റ് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ടെന്നും മദ്യനിർമ്മാണത്തിന്റെ പേരിലുള്ള അഴിമതി പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. എന്നാൽ കഞ്ചിക്കോട് ബ്രൂവറിക്ക് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയതെന്ന് മന്ത്രി എം.ബി. രാജേഷ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയതെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം മദ്യനയത്തിന്റെ ഭാഗമാണെന്നും എം.ബി. രാജേഷ്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. നേരത്തെ 2018 ബ്രൂവറി അനുവദിക്കാൻ ഒളിച്ചും പാത്തും സർക്കാർ നീക്കം നടത്തിയിരുന്നു. എന്നാൽ അന്ന് അതിൽ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചതോടെ സർക്കാർ പദ്ധതിയിൽ നിന്ന് യു ടേൺ അടിച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയും കാവലാളുമായി ചിത്രീകരിച്ച വാഴ്ത്തുപാട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവതരിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വജ്ര ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് വാഴ്ത്തുപാട്ട് തയ്യാറാക്കിയത്. പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് നിയമവകുപ്പിൽ താൽക്കാലിക നിയമനം നൽകിയെന്ന ആരോപണം അദ്ദേഹം തള്ളി. മുഖ്യമന്ത്രിയെ പുകഴ്ത്തുമ്പോൾ എന്തിന് അസ്വസ്ഥതയെന്ന ചോദ്യവുമായി CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജോയ് രംഗത്തു വന്നു. സുവർണ ജൂബിലി കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പാട്ട് തുടങ്ങി. പാട്ട് ഹൈപിച്ചിലേക്ക് മാറിയപ്പോൾ സ്റ്റേജിലേക്ക് മുഖ്യമന്ത്രിയുടെ മാസ് എൻട്രി. പാട്ടിന്റെ ബാക്കി സ്റ്റേജിലിരുന്ന് പിണറായി വിജയൻ ആസ്വദിച്ചു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ പുകഴ്ത്തിയും ഉപദേശിച്ചും ശമ്പള പരിഷ്കരണ വാഗ്ദാനം നൽകിയും മുഖ്യമന്ത്രി മടങ്ങുമ്പോൾ വീണ്ടും പാട്ട്. ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീരസാരഥി മുഖ്യമന്ത്രിയെ ഇങ്ങനെ പുകഴ്ത്തുന്നതിൽ എന്തു തെറ്റെന്ന ചോദ്യമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത്. ഒരു സ്വാഗത ഗാനത്തിൽ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേരൊന്ന് പറഞ്ഞാൽ അതിലെന്താണ് പ്രശ്നം? അപ്പോൾ ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന ഏറ്റവും ശരിയായ ഒരു നിലപാടിനെ നമ്മൾ അങ്ങനെ ഒരു പുച്ഛിച്ചു തള്ളേണ്ട ആവശ്യമുണ്ടോ? അതാണ് യഥാർത്ഥ പ്രശ്നം. അല്ലാതെ ഇതൊരു വാഴ്ത്തുപാട്ടൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചുകൊണ്ടോ ഒരു വരി എഴുതിയാൽ അതിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ല. നാടിനെ കാക്കുന്ന ഭരണാധികാരിയെ പുകഴ്ത്തിയില്ലെങ്കിൽ താൻ എന്തു കവി എന്നാണ് പാട്ടെഴുതിയ ചിത്രസേനന്റെ ചോദ്യം. പിണറായി സാഹബ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുന്നിൽ കാണുന്നത് നമ്മുടെ ഒരു രക്ഷിതാവായിട്ടാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഇല്ലായ്മയാണ്. അപ്പോൾ പട്ടിണിയാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത വീട്ടിൽ പോയി നമ്മൾ എന്തെങ്കിലും തെരഞ്ഞുകൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമല്ലോ. അതുപോലെ നമ്മുടെ പിണറായി സാഹബ് അടുത്ത രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നുള്ള സമ്പത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിതയെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ കവിയായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എങ്ങനെ എഴുതിയത്? സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ചിത്രസേനന് നിയമവകുപ്പിൽ മെസഞ്ചറായി താൽക്കാലിക നിയമനം നൽകിയത് വഴിവിട്ടെന്ന ആരോപണം ഉയരുകയാണ്. എന്നാൽ ചിത്രസേനൻ അത് നിഷേധിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഭരണനിർവഹണത്തിൽ ഉദ്യോഗസ്ഥ പങ്ക് കൂടുതൽ ആരോഗ്യപരമായ രീതിയിൽ വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഫയൽ നീക്കത്തിൽ ഇനിയും വേഗം കൂട്ടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൃത്യമായി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജീവനക്കാരുടെ DAയും കൃത്യമായി നൽകും. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കൃത്യസമയത്ത് നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കും. പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തെ സംഭവബഹുലമാക്കാൻ വിഷയങ്ങൾ നിരവധിയാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ നയപ്രഖ്യാപനം വെച്ച് വിലപേശാതെ പ്രസംഗത്തിൽ ഒപ്പിടാൻ പുതിയ ഗവർണർ തയ്യാറായത് സർക്കാരിന് ആശ്വാസമായി. പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയുള്ള വിലപേശൽ നാടകങ്ങൾക്കൊടുവിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ. സർക്കാരിനോടുള്ള കടുത്ത എതിർപ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയത് 1 മിനിറ്റും 17 സെക്കൻഡും മാത്രം നീണ്ട
സഭാചരിത്രത്തിലെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയാണ്. എന്നാൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ അവഗണനയ്ക്കെതിരെ അടക്കം കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങളുണ്ടെന്ന് കരുതുന്ന നയപ്രഖ്യാപന പ്രസംഗം പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് അതേപടി വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്നത് മാത്രമാണ് ഇനിയുള്ള ആകാംക്ഷ. സർക്കാരുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്ന ഗവർണറുടെ നിലപാടും ഊഷ്മള സ്വീകരണം നൽകിയ സർക്കാർ സമീപനവും രാജ്ഭവനും സെക്രട്ടേറിയറ്റും തമ്മിലുള്ള നല്ല ബന്ധത്തിന് തുടക്കമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ സർക്കാരിന് അത്ര ആശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല സംസ്ഥാനത്തുള്ളത്. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ CPM ബന്ധം, പ്രതികൾക്കു വേണ്ടിയുള്ള CPM ഇടപെടലും നിയമസഹായത്തിനുള്ള പണപ്പിരിവും, ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, മാസപ്പടിയിലെ SFIO അന്വേഷണം, ADGP അജിത് കുമാറിനോടുള്ള തീരാത്ത വാത്സല്യം, ഇങ്ങനെ നീളുന്നു സർക്കാർ മറുപടി പറയേണ്ടി വരുന്ന വിഷയങ്ങളുടെ പട്ടിക. അത് എങ്ങനെ പ്രതിരോധിക്കുമെന്നത് സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാകും. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം DCC ട്രഷറിയുടെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAക്ക് നൽകുന്ന പിന്തുണയെ ഭരണപക്ഷം ചോദ്യം ചെയ്യും. അത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കും. രാജിവെച്ച PV അൻവറിനോടുള്ള ഇരുപക്ഷങ്ങളുടെ സമീപനങ്ങളും ശ്രദ്ധേയമാകും. പാലക്കാട്ടെയും വയനാട്ടിലെയും വിജയത്തിളക്കത്തിലാണ് പ്രതിപക്ഷം. ചേലക്കര നിലനിർത്താനായതിൻ്റെ ആത്മവിശ്വാസം ഭരണപക്ഷത്തിനുമുണ്ട്. ഇതും സഭയിലെ ചർച്ചകളിൽ പ്രതിഫലിക്കും. ഫെബ്രുവരി 7-നാണ് ബജറ്റ് അവതരണം. ധനവിനിയോഗ ബിൽ പാസാക്കി മാർച്ച് 28-ന് സഭ പിരിയും. ന്യൂസ് 18 തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി കേന്ദ്ര ഉത്തരവ്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഉത്തരവ്. സുരക്ഷയ്ക്കായുള്ള പുതിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനും ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാനാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറുമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ്. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിലൂടെ ഇതിന് സാധുത കിട്ടിയിരിക്കുന്നു. ഡാം സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഡാം സുരക്ഷാ അതോറിറ്റിയായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതുമാത്രമല്ല, പൊതുപ്രവർത്തകനായ ജോ ജോസഫിന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഉത്തരവ് പ്രകാരം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി പിരിച്ചുവിട്ട് പുതിയ സമിതി രൂപീകരിച്ചു. പുതിയ സമിതിയിൽ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാനെ അധ്യക്ഷനാക്കി. നേരത്തെ കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാനായിരുന്നു അധ്യക്ഷൻ. പുതിയ മേൽനോട്ട സമിതിയിൽ 7 അംഗങ്ങളാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, കേരളത്തിലെ ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ, തമിഴ്നാട് കാവേരി സെൽ ചെയർമാൻ എന്നിവർ അംഗങ്ങളാണ്. ബംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഒരംഗത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായ ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു. S. സുഹാസ് IAS ആണ് സ്പെഷ്യൽ ഓഫീസർ. കിഫ്കോൺ, ഊരാളുങ്കൽ എന്നിവരുമായുള്ള ഏകോപനമടക്കം മുഴുവൻ ചുമതലയും സ്പെഷ്യൽ ഓഫീസർക്ക് കൈമാറി സർക്കാർ ഉത്തരവിറക്കി. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലിരിക്കെ ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണന നൽകിയെന്ന ആരോപണത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങി. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG കാക്കനാട് ജയിലിൽ നേരിട്ടെത്തി. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണന നൽകിയെന്ന വിവാദം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെയാണ് അന്വേഷണത്തിന് ജയിൽ വകുപ്പ് തുടക്കം കുറിച്ചത്. ജയിൽ DGPയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ് കുമാർ രാവിലെ 10:30 കാക്കനാട് ജയിലിലെത്തി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. മധ്യമേഖലാ DIG അജയ്കുമാർ ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ ജയിലിൽ നേരിട്ടെത്തിയെന്നും കൂടെ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളായ 3 പേരുണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം. 3 പേരുമായി ജയിലിനകത്ത് ബോബി ചെമ്മണ്ണൂർ അഴിക്കപ്പുറമല്ലാതെ മുഖാമുഖം സംസാരിക്കാൻ അവസരമൊരുക്കി. ജയിലിൽ നിന്നും ഫോൺ വിളിക്കാൻ 200 രൂപ കയ്യിൽ കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നത്. ഇതിലെല്ലാം വിശദമായ അന്വേഷണം നടത്തും. അതേസമയം ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ അശ്ലീല പരാമർശം നടത്തിയെന്ന കേസിൽ അന്വേഷണം ഉടൻ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. ഹണി റോസിന്റെ പരാതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപ കമന്റിട്ട 20 പേരിൽ ഒരാളുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിലുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. സ്കൂൾ കലോത്സവത്തിലെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനെതിരെ പോക്സോ കേസ്. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ 1-ാം പ്രതി ചേർത്ത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മകരവിളക്ക് കഴിഞ്ഞതോടെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് ശബരിമല സന്നിധാനം. തീർത്ഥാടകർ കൈവശപ്പെടുത്തിയ ഇടങ്ങൾ പഴയതുപോലെയാകാൻ ഇനിയും സമയമെടുക്കും. ന്യൂസ് 18 ക്യാമറ ശബരിമലയിൽ കണ്ട ചില കാഴ്ചകൾ.
മകരവിളക്ക് കഴിഞ്ഞതു മുതൽ ശക്തമായ കാറ്റാണ് സന്നിധാനത്ത്. തിരുമുറ്റത്തു മാത്രമല്ല പൂങ്കാവനത്തിലും മരങ്ങൾ ആടിയുലയുകയാണ് വിശ്രമമില്ലാതെ. കാട് കയറി പർണശാലകൾ കെട്ടിയുള്ള ഭക്തരുടെ കാത്തിരിപ്പ് മകരവിളക്കിന്റെ മാത്രം കാഴ്ച. ഉത്സവം കഴിഞ്ഞതോടെ പർണശാലകൾ അവശേഷിപ്പിച്ച് ഭക്തർ മടങ്ങി. കാട്ടിൽ പർണശാല ഉയരുന്നതുവരെ ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. മനുഷ്യരെത്തിയതോടെ ദൂരെ എവിടേക്കോ എല്ലാവരും പോയി. ചില്ലകൾ മാത്രം ബാക്കി. പൂക്കൾ നിറഞ്ഞ ഈ മരം സന്നിധാനത്തെ മനോഹര കാഴ്ചയായിരുന്നു. പക്ഷികളും മലയണ്ണാനുമെല്ലാം ഭക്ഷണം തേടി വന്ന വൃക്ഷമുത്തശ്ശി. പൂക്കൾ പോയതോടെ മരം തനിച്ചായി. കരിങ്കുരങ്ങുകൾ കൂട്ടത്തോടെ വന്ന് വയറു നിറച്ച് കഴിച്ചതുകൊണ്ട് ഇലകൾ നഷ്ടമായ മരങ്ങളുണ്ടായിരുന്നു പൂങ്കാവനത്തിൽ. ജനത്തിരക്കിൽ കുരങ്ങുകൾ മാറി നിന്നതോടെ മരം തളിർത്തു, ഇലകൾ നിറഞ്ഞു. അധിനിവേശങ്ങൾ അങ്ങനെയാണ്. അവിടെ ഉണ്ടായിരുന്നവർ ഒഴിഞ്ഞു പോകേണ്ടി വരും. പിന്നീട് സുരക്ഷിതമെന്ന് തോന്നുമ്പോഴായിരിക്കും അവർ മടങ്ങിയെത്തുക. ഈ പൂങ്കാവനത്തിന്റെ അവകാശികൾ തിരക്കൊഴിഞ്ഞതോടെ വൈകാതെ മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണ്ണം 22 ക്യാരറ്റ് ഗ്രാമിന് 7340 രൂപ, പവൻ 58,720 രൂപ. സ്വർണ്ണം 18 ക്യാരറ്റ് ഗ്രാമിന് 6090 രൂപ, പവന് 48,720 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ദിൽന ചേരും.